ഭഗവാനേ ഗുരുവായൂരപ്പ കാത്തുരക്ഷിക്കണമേ. ലോൺ എടുത്ത് തുടങ്ങിയ ബൂത്താണേ. കഴിഞ്ഞ മാസം ബാങ്കിൽ പൈസ അടച്ചിട്ടില്ലേ. ഓള് വിളിക്കാനുള്ള എല്ലാ ആൾക്കാരും ഇവിടെ തന്നെ കൊണ്ടെത്തിക്കണമേ. ഭഗവാനേ ഗുരുവായൂരപ്പ കാത്തുരക്ഷിക്കണമേ. ഹലോ, ആര്? അപ്പുറത്തെ കടയിലെ രാഘവന് കൊടുക്കാനാ? നിങ്ങളാരാണ്? ഇല്ലില്ല, ബുദ്ധിമുട്ടാ. എടാ, ഇതൊരു ടെലിഫോൺ ബൂത്താണ്. രാവിലെ തിരികെത്തിച്ചങ്ങോട്ട് തുടങ്ങിയേ ഉള്ളൂ. കൈനീട്ടം പോലും വിറ്റിട്ടില്ല. ഇല്ല, കുറച്ച് ബുദ്ധിമുട്ടാ. കുറച്ച് കഴിഞ്ഞ് വിളി. വെച്ചിട്ട് പോയാ അവിടുന്ന്. അതൊക്കെ എവിടുന്നരാ ഇത്? ഇങ്ങോട്ട് തുറന്നേ ഉള്ളൂ. കൈനീട്ടം പോലും വിറ്റിട്ടില്ല. അതിന് മുമ്പ് രാഘവനും ഓട്, അപ്പുറത്തെ തങ്കമ്മയ്ക്കും ഓട്. ഒരെണ്ണം ഇങ്ങനെ നടപ്പുണ്ട്. ഫോൺ ചെയ്യണോ? അതിനെന്താ ചെയ്തോ? അത് സ്ഥലമുണ്ട്. ഹലോ, ഉണ്ട്, അകത്തുണ്ട്. ഒരുപാട് പൈസ കിട്ടാനുണ്ട്. രാഘവൻ 280 രൂപ. അയ്യോ ചേട്ടാ, ആളുണ്ട്, അകത്ത് ആളുണ്ട് കേട്ടോ. ഇല്ല, വേറെ അപ്പുറത്തുണ്ട്. നോക്കിക്കോ. അത്യാവശ്യമായിരുന്നു, അതുകൊണ്ടാണ്. ശരി, ആയിക്കോട്ടെ. ഹലോ ഓമന പപ്പാ, ഞാനാ ഫെഡറിക്ക. ഇല്ല, ഞാൻ ഡ്യൂട്ടിക്ക് പോവാ. ഇന്നലെ ഓവർ ടൈം ആയിരുന്നേ. ഓ, ഭയങ്കര വർക്കാ. പപ്പ, ലണ്ടനില് ഇപ്പോ തണുപ്പൊക്കെ ഉണ്ടോ? ഓ, ചൂടായിരുന്നു. ഓക്കെ പപ്പ, പിന്നെ ഞാനൊരു 2 മാസം കഴിയുമ്പോൾ കയറും. മമ്മയെ ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു. ഓക്കെ പപ്പ, ഞാൻ ഡ്യൂട്ടി പോയിട്ട് മമ്മയെ ഞാൻ ഇപ്പോൾ വിളിക്കുന്നുണ്ട്. സ്വിച്ചിലേക്ക് വിളിക്കുന്നുണ്ട്. ഓക്കെ പപ്പ, ഞാൻ പിന്നെ വിളിക്കാം. എക്സ്ക്യൂസ് മീ, സ്വിറ്റ്സിലെ കോഡുണ്ടോ? സിസിലെ കോടോ? സ്വിറ്റ്സർലാൻഡ്. ഞാൻ എല്ലാ ദിവസവും അത് എടുത്തുകൊണ്ട് വരുന്നതാണ്. കൊണ്ടുവന്നതും ഇല്ലല്ലേ. ഇല്ല, ആലുങ്ക പഴുക്കുമ്പോ കാക്കയുടെ വായി പുണ്ണെന്ന് പറയുന്നത്. ഞാൻ വിളിച്ചോളാം. സെറ്റപ്പ് ടീമാ. രായണ്ണ, നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്, ഒരു ചായ. മമ്മി, ആ ഫെഡറിക്ക, പപ്പയെ വിളിച്ചിരുന്നേ ഉള്ളൂ. കുഴപ്പമില്ല, ഞാനാ ഇന്നലെ ഓവർ ടൈം ആയിരുന്നു. ഓ, കുഴപ്പമില്ല, ഞാൻ 2 മാസം കഴിയുമ്പോൾ വരുന്നുണ്ട്. ഓക്കെ മമ്മി, ഞാൻ പിന്നെ വിളിക്കാം. ബൈ, ഡ്യൂട്ടിക്ക് പോവാ. പെണ്ണുപിള്ളേര് പട്ടുസാരിക്ക് പറഞ്ഞേ ഉള്ളു ഇന്ന് മേടിക്കണത്. ചേട്ടാ ഇരിക്കേട്ടാ, ഇരിക്ക. എവിടെ വീട്? എവിടെ? ഞാൻ പുറത്താണ്. ഇരിക്കട്ടെ, അപ്പുറത്ത് രായണ്ണന്റെ കട നല്ല ചായ ഉണ്ട്. ചായക്ക് പറഞ്ഞു. അയ്യോ, ചായ വേണ്ട. എന്താ ചായ വേണ്ട, ഞാൻ കുടിക്കത്തില്ല. ഫ്രൂട്ട് സ്ട്രാപ്സ് കിട്ടും. ഏതായിട്ടാ? ഫ്രൂട്ട് സ്ട്രാപ്സ് മനസ്സിലായില്ല. അറിയില്ല? ഇല്ലല്ല, അല്ല, ഏതാ ഏതാ ചോദിച്ചാൽ? കൺട്രി ഫ്ലവേഴ്സ് ഫ്രൂട്ട് സ്ട്രാപ്സ് അറിയില്ല. എക്സ്ക്യൂസ് മീ, എന്റെ വിതിരത്തെ കുഞ്ഞമ്മയുടെ നമ്പർ തരാമോ? ഏതാ ചോദിച്ചാ? ഞങ്ങളുടെ വിതിരത്തെ കുഞ്ഞമ്മയുടെ നമ്പർ വേണം. വേണം. അതെന്നെ സാറിന്റെ കുഞ്ഞമ്മയുടെ നമ്പർ? അതെ അതെ. അത് സാറിന്റെ കുഞ്ഞമ്മയുടെ നമ്പർ എങ്ങനെ എന്റെ കാണും? കുഴപ്പമില്ല, രായമാമന്റെ നമ്പർ വന്നാലും മതി. എന്റെ പൊന്ന് സാറേ, സാറിന്റെ കുഞ്ഞമ്മയുടെ സാറിന്റെ രായമാമന്റെ നമ്പർ സാറിന്റെ കൈ കാണും. ഇത് എന്റെ അടുത്ത് ചോദിച്ചാ എങ്ങനെ? അത് പറഞ്ഞ അതെങ്ങനെയാണ് സംഭവം? മനങ്ങാന്ന് ഞാൻ കാര്യത്തിൽ ചന്തയിൽ പോയി എലികളെടുത്ത് സംസാരിച്ച്, അപ്പൊ അവര് പറഞ്ഞത് പെരിച്ചാഴികൾ ഇനി അവിടെ കയറി ആക്രമിക്കൂലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇന്നലെ എലികളുമായിട്ട് ചർച്ച നടത്തി. മനസ്സിലായില്ലേ? സംസാരിക്കുമെന്ന് എനിക്കറിയാം. ചായ വേണ്ട കേട്ടാ, മുഴുത്ത വട്ട. ഹലോ, എന്തോ ഒരു ഭാഷ പറഞ്ഞേ? എന്തോ ഒരു അല്ല സാറേ, രായണന്റെ സാറ് ചായ കുടിക്കത്തില്ലെന്ന് എന്തോ ഒരു വാക്ക് പറഞ്ഞല്ലോ. എന്താ? അയ്യോ, ഞാൻ സാറിനെ ഒന്നും പറഞ്ഞില്ല. അല്ല, ചായ നീ ഞാൻ പറയട്ടെ, ഞാൻ നല്ല എലികളുമായിട്ട് ചർച്ച നടത്തി. ഞാൻ അവരുടെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിന്നെ മേഞ്ഞിട്ട് പോകും. അല്ല, അതെനിക്കറിയാം സാർ. അവര് വന്ന് മേഞ്ഞിട്ട് പോകും. ആരെന്നറിയാടാ? സത്യൻ എന്ന സീർ ഇന്നലെ വന്ന് വീട്ടിൽ നിന്ന് പഴിഞ്ഞും കുടിച്ചുകൊണ്ടാണ് പോയത്. മനസ്സിലായ? അല്ല എന്റെ പൊന്ന് സാറേ, നീ നേരത്തെ എന്തോ ഒരു വാക്ക് പറഞ്ഞു. ഇല്ലല്ല, ഒരു കാര്യം ചെയ്യ്, ഞാൻ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഫ്രൂട്ടി കുടിക്കേ. ഫ്രൂട്ടി കുടിക്കടാ. എന്റെ പൊന്ന് സാറാ വേണ്ട സാറാ. പിന്നെ ഞാൻ കാര്യം ചോദിച്ചോട്ടെ സാർ, ആരെ കാണണമെന്ന് പറഞ്ഞു? ആരെ നമ്പരാ വേണമെന്ന് പറഞ്ഞു? രായമാമന്റെ. രായമാമൻ ഈ സൈസ് സാധനങ്ങളെ ഇവനൊക്കെ എവിടുന്നറാ ഊളംപാറയെന്ന് ചാടി വരികയെന്നു നേരെ കയറി വരും ഓരോന്നിനൊക്കെ. ഭഗവാനെ, രാവിലത്തെ എന്തായാലും കഴിഞ്ഞു.
ഒരു കോൾ വിളിച്ചോട്ടോ. അതിനെന്താ വിളിച്ചോ? അല്ല കണ്ടല്ലോ പരിചയം പോലല്ലേ. എന്റെ കുഞ്ഞമ്മ അപ്പുറം താമസമുണ്ട്. ഓ അത് ശരി. പാലത്തിന്റെ അടുത്ത്. ഒരു കോൾ വിളിച്ചോട്ടോ. ഓ അതിനെന്താ വിളിച്ചോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല ഒരു കോൾ. കുഴപ്പമുണ്ടോന്ന് എനിക്കും അറിയണം. അല്ല ചില കാര്യങ്ങളൊക്കെ അങ്ങനെ അവിടെ നടക്കുന്നത്. ഒരു കോൾ വിളിച്ചോട്ടോ. ഓ വിളിച്ചോ. ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഓ ഒരു ബുദ്ധിമുട്ടുമില്ല. ഓമന 112 രൂപ അവളെ വെട്ടി കീറ ഇതുവരെ കൊണ്ടുവന്നില്ല. ഹലോ, ആളുണ്ടോ? അയ്യോ ചേട്ടാ ആളുണ്ട്. പക്ഷെ നേരത്തെ വന്നല്ലേ? അതെ, അത്യാവശ്യമായിരുന്നു. അയ്യോ ആളുണ്ട് ചേട്ടാ. വേറെ ഇവിടെ അടുത്ത് വേറെ അവിടുന്ന് റൈറ്റിലോട്ട് പോകുമ്പോ റൈറ്റിലോട്ട് ഈ സൈഡിൽ ഇവിടെ കാണും. കാണും. അവിടെ ഉണ്ടോ? അത്യാവശ്യമായിരുന്നു, അതുകൊണ്ടാണ്. ആയിക്കോട്ടെ. നേരത്തെ വന്നേ പാവം. മാമ നീ എന്താടാ ഫോൺ എടുക്കാത്ത? ഞാൻ ഒരു ബൂത്തുണ്ടേ. ഒരു 3:30 ആകുമ്പോൾ ഞാൻ എത്തും. ഓ എടുത്ത് കയ്യിലിരിപ്പുണ്ട്. ഓ ശരി എന്നാ. അല്ല പിന്നെ ഇതെത്ര രൂപ? ഇത് ഒരു 10-100 ഉണ്ടെണ്ണ. 600 രൂപ ഇതിന്? ഇതിപ്പോ നിർബന്ധമല്ലേ? പിന്നെ ഭയങ്കര ചെക്കിങ്, മുക്കിന് ചെക്കിങ്. പോലീസ് പിടിക്കില്ലേ? ഓ അത് തന്നെ. ഇത് പിടിച്ചാ പറ്റി എത്ര രൂപ? 10-200 വെച്ചൊക്കെ അടിച്ചു തരും. 200 വെച്ചാൽ 100 രൂപ ജോലിക്കാണ് പോണത്. ഡെയിലി 200 രൂപ പെറ്റി കൊടുക്കാനേ ഉള്ളൂ. അല്ല ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഇത് വെച്ചാ ചെവി കേൾക്കാൻ പറ്റൂ? ചെറുതായിട്ടാ കേൾക്കാണ. എന്നാ വീട്ടിൽ അമ്മൂമ്മയ്ക്ക് ഒരെണ്ണം മേടിച്ചു കൊടുക്കണം, അവർക്ക് ഒട്ടും ചെവി കേൾക്കത്തില്ല. ശരി ഓക്കെ. 3 രൂപ 50 പൈസ. അല്ല വിളിച്ച കോളിൻ്റെതേ 350. ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ല ഒരു കോൾ വിളിച്ചത്. അതന്നെ ഞാൻ പറഞ്ഞിട്ട് തന്നെ വിളിച്ചത്. 3 രൂപ 50 പൈസ വിളിച്ചെന്റെ. അതെന്താണ് ഞാൻ നിങ്ങളോട് ചോദിച്ചല്ലോ ഒരു കോൾ വിളിച്ചോണ്ടാ ഞാൻ ചോദിച്ചു. അയ്യോ അതെന്തുവാ? അപ്പൊ അണ്ണൻ പറഞ്ഞില്ല കയറി വിളിച്ചോളാം. അതന്നെ നീ കയറി വിളിച്ച് എന്നും പറഞ്ഞ് വിളിച്ചെന്റെ പൈസ. അല്ല പൈസ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട കാര്യമുണ്ട്. എനിക്ക് കാര്യം വിളിച്ചാൽ പോരായിരുന്നു. എടാ ഇതെന്തുവാടാ ഇത്? ഒരു സാമാന്യ മര്യാദ ഉണ്ട്. ഇതൊന്നും ശരിയല്ല. എന്തുവാ ഇതൊന്നും ശരിയല്ല. ഏത് ശരിയല്ല? ഇതൊന്നും ശരിയല്ല. എടാ നീ പൈസ തന്നിട്ടു ചുമ്മാ സംസാരിക്കാ. പൈസ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ല ഞാൻ ഒരു കോൾ വിളിച്ചത്. ഞാൻ ലോൺ എടുത്തതാ ഇത്. അത് ശരിയായില്ല. ലോൺ എടുത്ത ശരിയായില്ലേ? അതല്ല. പിന്നെ ഒരു മനുഷ്യന്റെ അടുത്ത് ഇങ്ങനെ ഒന്നും പെരുമാറരുത്. നീ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നീ പൈസ അടാ ചുമ്മാ കണ്ടിട്ടില്ല. രാവിലെ കൈ നീട്ടം പോലും വിട്ടില്ല കേട്ടാ. ഇനി ഞാൻ ഇങ്ങോട്ട് പോയി നിങ്ങളെ നോക്കൂലല്ലോ, തിരിഞ്ഞു പോലും നോക്കൂല കേട്ടാ. ഇനി ഇങ്ങോട്ട് വരൂല ഞാൻ. ഒരു കോള് വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കണം ഇനി കേട്ടാ. ഞാൻ വന്നാൽ നോക്കുപോലുമില്ല ഞാൻ. ഒരു മനുഷ്യൻ, നിങ്ങളെ മനുഷ്യനെ കണ്ടിട്ടില്ല. ആദ്യം മനുഷ്യനെ കണ്ട് പഠിക്കണം. ഒരു മനുഷ്യൻ എന്നല്ല. എന്തോടാ കാളും വിളിച്ചിട്ട് കിടന്ന് പിണങ്ങുന്ന എന്റെ അടുത്ത്? ഓ ഇന്നലെ അവളാ കണി കണ്ടത്. അല്ല വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഫോൺ ചെയ്യുന്നത് പൈസയൊക്കെ ഉണ്ടല്ലേ? അല്ല ഉണ്ടാ പൈസയൊക്കെ ഉണ്ടാ? എന്താണ് അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എന്നെ കണ്ടിട്ട് തോന്നല്ലേ? അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളു. ഇവിടെ ഓരോരുത്തർ വരുന്നത് അതുകൊണ്ട് ഇപ്പൊ ഒരു അംഗം കാണിച്ചിട്ട് പോയേ ഉള്ളൂ. അണ്ണാ വേണ്ട എന്നോട് സംസാരിക്കുന്നു. ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആളുണ്ടോ? ഏതാ ആളുണ്ടോ? അയ്യോ ആളുണ്ട് കേട്ടോ. അശ്വ ഇപ്പൊ 3ാമത്തെ തവണ വരുന്നത്. കഷ്ടം. അത്യാവശ്യമായിരുന്നു. മനസ്സിലായി എനിക്ക്. നോക്കിട്ട് അവിടെ ചിലപ്പോ ആള് മാറി കാണും. പോയിട്ട് ലൈൻ കംപ്ലൈന്റ് ആണ്. അയ്യോ അത് ചെറുതാട്ടെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ കംപ്ലൈന്റ്. ഇതിന്ന് വിളിച്ചു നോക്കാം. നല്ലതൊക്കെ വാങ്ങിച്ചു വെക്കണ്ടേ? അല്ല അത് കുഴപ്പമൊന്നുമില്ല. അത് വിളിച്ച ചൈന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ആര് പറഞ്ഞു ചൈന സാധനം? നീ തീരുമാനിച്ചാൽ മതി. ഹലോ അല്ല ആന്റിയുടെ വീടല്ലേ? അണ്ടി ആഫീസാ? അണ്ടി ആഫീസിലൊക്കെ നമ്പർ അണ്ടി ആഫീസായി പോയി. നമ്പർ മാറിപ്പോയില്ലേ? പക്ഷെ ബില്ലിൽ മാറ്റമൊന്നും വരത്തില്ല. ആ മനോജാടാ, ഡേയ് നീ എന്താ ഇന്നലെ വരാത്ത? നീ മഞ്ജുവിന്റെ കൂടെ ഞാൻ പറയാം. നീ എന്താ ഇന്നലെ വരാത്ത? വല്ലവൻ്റെ ഒന്നും ബൈക്കൊക്കെ എടുത്താണ് നമ്മളവിടെ പാടുപെട്ട് വരണം. നീ ഇത് എന്തൊരു പരിപാടിയാണ് കാണിക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യും. ഇന്ന് ഞാൻ റൂട്ട് പറഞ്ഞുതരാം. ആ റൂട്ടിൽ കറക്റ്റ് വാ. ആണാ പേന ഞാൻ പറഞ്ഞ റൂട്ട് പറയട്ടെ. നീ നേരെ കോളേജിൽ നിന്ന് ഇറങ്ങി വഴുതക്കാട് വാ. അവിടെ നിന്ന് നേരെ കട്ട് ചെയ്ത് ബേക്കറിയിൽ വാ. ഫസ്റ്റ് ബേക്കറി വാ. അവിടെ നിന്ന് സ്റ്റാച്ചു കയറും. സ്റ്റാച്ചു നേരെ. ഓക്കെ സ്റ്റാച്ചു സെക്രട്ടറിയേറ്റ് അപ്പി. അങ്ങോട്ടല്ല. അയ്യേ ഇതെന്തൊരു പിള്ളേർ. ഇത്രയും നാള് കോളേജിൽ പഠിക്കാൻ പോയിട്ട് വഴി അറിഞ്ഞൂടെ അവര്. കുഴപ്പമില്ല നീ വന്നാൽ മതി. ഞാൻ വിളിച്ചോളാം. നമ്പർ പറ. എവിടെ എഴുതാനെണ്ണ കഴിഞ്ഞിട്ട് നമ്പർ പറ. 944720609 തന്നെ. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യും. മനോവിന്റെ ലാൻഡ് നമ്പർ ഇതാ. അതിൽ വിളിക്കാം. മനോവിന്റെ ലാൻഡ് നമ്പർ പറ. 0472287363 ഇതൊന്ന് കണക്ക് ബുക്ക്. ഓക്കെ. അല്ല അത് ഇവിടുത്തെ അണ്ണം കിടന്ന് സംസാരിക്കും.
നീ ഒരു കാര്യം ചെയ്യും, മണികണ്ഠൻ്റെ നമ്പർ കാരണം അവൻ നേരത്തെ തന്നെ വിളിച്ചോണ്ടിരിക്കുന്നു. മോനെ ഒരു കാര്യം ചെയ്യും, സ്ഥലമുണ്ട് നെഞ്ചത്തോടെ എഴുതിക്കും. മണികണ്ഠ നമ്പർ പറ. ഓ 98473856 നേരെ 9387. ഓക്കേടി, ഞാൻ വിളിക്കാം. ഞാൻ ഇല്ലേ അവനെ വിളിച്ച് നമ്പർ കൊടുക്കാം. അവിടെ മണികണ്ഠൻ്റെ നമ്പർ കിട്ടി കേട്ടാ. ഞാൻ പറഞ്ഞുതരാം, മണികണ്ഠൻ്റെ നമ്പർ നോക്കട്ടെ. 98 മണികണ്ഠനൊക്കെ എവിടെയാണ്? 98 ഓക്കേടി, ഞാൻ പിന്നെ വിളിക്കാം. എത്ര എണ്ണ? 6250 രൂപ. 6250. എന്തരന്? എന്ത് 3 കോളിന് 6250? എന്താ കുഴപ്പം? എന്ത് അണ്ണ എന്തുകൊണ്ടാ പറയുന്നത്? എടാ, എനിക്ക് കിട്ടാനുള്ള പൈസയുടെ ആൾക്കാരുടെ പേരും കണക്കും അവിടെ എഴുതി വെച്ചിരുന്നത്. അതിന് അത് കംപ്ലീറ്റ് നീ കുത്തിക്കറിയില്ലേ? ഇനി ഞാൻ അതിനടുത്ത് പോയി മേടിക്കും. അത് ഞാൻ തരണോ? പിന്നെ നീ തരണ്ടേ? അത് 6250. 6250 രൂപ നീ തരണമെന്ന്. ഇതിനേക്കാളും ഞാൻ കാറ് വിളിച്ചു പോയി പറഞ്ഞാൽ നീ മതിയായിരുന്നു. കാറ് വിളിച്ച് പോവാൻ എന്ത്? നീ എന്താ ഇങ്ങോട്ട് വന്ന് കയറി? ഇതെന്ത് മര്യാദ കളിക്കാതെ അണ്ണ ഞാൻ ഒരു കേസ് പറയട്ടെ, ന്യായമായിട്ട് എന്താ സംസാരിക്കും. ന്യായമായിട്ട്? അല്ല, ഈ 6250 രൂപ ഒരു 3 കോൾ വിളിക്കുന്നതിന് അണ്ണ ആരെങ്കിലും വിളിച്ചവര് 3 അവസരം എടാ, വിളിക്കും. എനിക്ക് കിട്ടാനുള്ള പൈസ ഞാൻ അടുത്ത് പോയി മേടിക്കൂടാ. അടുത്ത് പോയി മേടിക്കും. അണ്ണ ഞാൻ ചുമ്മാ കളിക്കല്ലേ. ഒന്നാ എന്റെ കാല് വയ്യാത്ത കാലത്തോടെ ഒറ്റ വീശിയാൻ തരും പറഞ്ഞിട്ടുണ്ട്. ആശയല്ല സംസാരിക്കുന്നു. മര്യാദ ഉണ്ട്. ഞാൻ പറയട്ടെ, ഇത് എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇത് നിങ്ങളെ കണക്ക് പുസ്തകം വരുന്നു. നീ താഴെ ഇറങ്ങി വാ. നീ പിന്നെ കൊമ്പത്തോട്ട് പോകുന്ന എന്തിന്? കൊമ്പത്ത് പോയതല്ല, അങ്ങനെ മര്യാദയ്ക്ക് ഇല്ലാത്തോണ്ടായിരുന്നു. ഇല്ലാത്തോണ്ടാ പറ. അണ്ണൻ എത്ര രൂപ തരാം? ഞാൻ എന്ത് വേണമെന്നാ നീ പറയാ? നഷ്ടപ്പെടണം? അണ്ണാ ഞാൻ നഷ്ടപ്പെടണമെന്ന് ഒരിക്കലും പറയില്ല. കാര്യം അണ്ണ ഈ വയ്യാത്ത കാലം കൊണ്ട് ഇവിടെ വന്നിരിക്കണാണ്. 6250 രൂപ ഞാൻ തരാം. പക്ഷെ എന്റെ ഇന്നില്ല. പിന്നെ എന്ന് തരും? ഞാൻ ഘട്ടമായിട്ട് തരാം. എങ്ങനെ? ഇന്നൊരു 200 രൂപ തരാം. ഇന്ന് നീ ഒരു 200 രൂപ തരും. ബാക്കി എണ്ണ എത്ര രൂപ വരും? 6050. അതിലൊരു 3000 രൂപ ഈ പറഞ്ഞ തിങ്കളാഴ്ച തരാം. 3000 രൂപ ഈ പറഞ്ഞ തിങ്കളാഴ്ച. പിന്നെ എത്ര ഉണ്ട്? 3050. 3050. അതിന്റെ തിങ്കളാഴ്ച അടുത്ത തിങ്കളാഴ്ച ഒരു 3000 കൂടെ തരാം. 3000 കൂടെ തരും. പിന്നെ എത്ര രൂപ ഉണ്ട്? പിന്നെ വെറും 50 രൂപ. ഒരു 50 രൂപ. 50 രൂപ. അണ്ണന്റെ പേരെന്താ? രവി. സ്ഥലം എവിടെ? ഇവിടെ അടുത്ത് കൂത്താട്ടുള്ളത്. കൂത്താട്ടുകുളം രവിയാണ്. വെറും 50 രൂപയ്ക്ക്. പൊന്നണ്ണ, മനുഷ്യനെ തിരിച്ചറിയാൻ പഠിയാതി. ഞാൻ പറയണേ, അണ്ണ ഇപ്പൊ വീണ് കിടന്നാലും ഞാൻ എടുത്തോണ്ട് പോകണം. വെറും 50 രൂപയ്ക്കൊക്കെ അല്ല ഞാൻ പറയണമെന്നങ്ങ് മനസ്സിലാക്കി. അണ്ണാ ഒരു ജന്മേ ഉള്ളണ്ണ, ഒരു ജന്മേ ഉള്ള. അത് ജീവിക്കുക. മനുഷ്യനെ തിരിച്ചറിയുക. വെറും 50 രൂപയ്ക്കൊന്നും ഈ കിടന്ന് സംസാരിക്കരുത്. ഞാൻ പറഞ്ഞെന്തോ അണ്ണ നിസ്സാരം ഒരു 50 രൂപ തന്നെ ഞാൻ നിങ്ങൾ മോശമാണ്. വീണ് കിടന്നാലേ ഞാനേ ഉള്ളു ഇതിലേ പോയാ. 50 രൂപയ്ക്ക് കിടന്നു സംസാരം. വെറും 50 രൂപ, നിസ്സാരപ്പെട്ട 50 രൂപയ്ക്ക് ഞാനൊരു നല്ലൊരു ചെറുപ്പക്കാരൻ്റെ അടുത്ത് ആരെയില്ല. എന്തായാലും സത്യം അവൻ ഒരുപാട് ഫീൽ ചെയ്ത്. ഞാൻ മോനെ എന്ത് മോനെ? അയ്യോ എന്റെ പൊന്നുമോനെ, എപ്പോഴാ? അയ്യോ, അതിന് നീ ഞാനൊന്ന് കരഞ്ഞാലാ? അയ്യോ, അവിടെ ആരും ഇല്ല മോനെ. അയ്യോ കഷ്ടം, പാവം. അയ്യോ, അവിടെ ആരും ഇല്ലേ വേറെ? അയ്യോ അയ്യോ എന്റെ പൊന്നുമോനെ, മോൻ വിളി. മോൻ പൈസ ഇല്ലെന്നൊന്നും വിചാരിച്ച് വിഷമിക്കണ്ട കേട്ടാ. എന്തായാലും കുറെ അവന്മാര് ഫ്രീ ആയിട്ട് വിളിച്ചു. എന്തായാലും ഇതൊരു നല്ല കാര്യത്തിനല്ലേ. അറിയാതെടാ, നീ വരുമ്പോഴേ എടാ ഒരു 24 ഇഞ്ചിന്റെ TV ഉണ്ട് പറഞ്ഞടാ. എടാ വീട്ടിൽ ഇരുന്നത് കംപ്ലൈന്റ് TV. നീ വലുത് കൊണ്ടുപോവാ. പിന്നെ VCD എടുത്തോണം. എടാ എൻ്റെ ഇരുന്ന മൊബൈലിലെ ഡിസ്പ്ലേ പോയി നിനക്ക് അറിയാലോ. എടാ 6:30 മരിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ചുമ്മാ എപ്പോഴും ചോദിക്കാതാ കേട്ടാ. ഒരു നല്ല VCD ഉണ്ട് പറഞ്ഞേ. പിന്നെ നിലയ്ക്കാതെ എൻ്റെ ഇടയ്ക്ക് ഇല്ല, ബൂത്തിൽ എണ്ണ ശല്യപ്പെടുന്നു വേർക്കേടാ. പിന്നെ ചിറ്റപ്പനൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും മരണത്തിന് രാവിലെ വന്നു ചിരിക്കാൻ എങ്ങും പോകണ്ട ഓരോ മുഖങ്ങൾ. എന്റെ അമ്മയുടെ ഞാൻ അവിടെ ചാടാപ്പെട്ട. എടാ 6:30 എടുക്കും വൈകുന്നേരം. എടാ തലയ്ക്ക് ചോദിക്കണം. ഞാൻ പറയണ കേള്. പിന്നെ ഒരു 3-4 കുപ്പി സ്കോച്ച് കൊണ്ട് വരണം. ഇളയച്ചനൊക്കെ ഇപ്പം വരും. നമുക്കെല്ലാം കൂടെ വൈകുന്നേരം ആണ്. നീഞ്ഞ് വാ, കുറെ വിറ്റുണ്ട്. ഞാൻ പറഞ്ഞു ചുമ്മാരാണ് ശല്യപ്പെടുത്തരുത്. ഇല്ല ബൂത്തിൽ എണ്ണടാ നമ്മളെ ജംഗ്ഷനിൽ കിടന്ന് ശല്യപ്പെടുത്തുന്നത്. ഞാൻ തന്നെ വിളിച്ചു. ഓ ശരിടാ, ഓക്കെ പറഞ്ഞു. എന്താ ഇവൻ വന്നിട്ട് കുറെ ചിരിക്കാറുണ്ട് എനിക്ക്. നിനക്ക് കിണി
നീ വിളിച്ച എത്ര രൂപയ്ക്കാന്നറിയോ? 250 രൂപയ്ക്ക്. എന്റെ അമ്മയ്ക്ക് എനിക്ക് എന്താ നിനക്ക് ആരും ഇല്ലേ? നിന്റെ ഈ സ്വഭാവമാണെങ്കിൽ നിനക്ക് ആരും കാണത്തില്ല. കരച്ചില് നിർത്ത് കരച്ചില്. അതൊക്കെ ഇരിക്കട്ടെ. നിന്റെ ചേട്ടാ എപ്പോ വരും? 3:30 ആയി. 6:30 വരുന്ന എനിക്ക് കാറും വിളിച്ച് പെട്ടെന്ന് പോകാനല്ലേ. ഭഗവാനെ, ഇന്ന് എല്ലാവരും വന്ന ഈ ഗതിയില്ല. കൈനീട്ടം പോലും ഇവിടെ വിറ്റിട്ടില്ല. ആളുണ്ടോ? അയ്യോ, ഇപ്പൊ ആളില്ല. ഇല്ല 3-4 പ്രാവശ്യം വന്നില്ലേ? 3-4 പ്രാവശ്യം ആളില്ല. ഓ, അങ്ങനെങ്കിലും 10 പൈസ കിട്ടും. ആ പാവപ്പെട്ട നേരത്തെ വിളിക്കാൻ വന്ന ഇവന്മാരൊന്നും സമ്മതിച്ചില്ല. എല്ലാം ഈ ഗതി തന്നെ ആയിപ്പോ. ചേട്ടോ ഓ, നമ്പറൊന്നും കുത്തുന്നില്ലേ? ഓ, ഇതിനൊക്കെ എന്തോ നമ്പർ കുത്താനാണ്. അല്ല ചേട്ടാ. ഓ ഓ ഓ, അല്ല, അവിടെ അനക്കൊന്നും കേൾക്കുന്നില്ല. അനക്കൊക്കെ ഉണ്ടടേ. ഹലോ ചേട്ടാ. ഓ, അവിടുന്ന് വിളി വെച്ചൊന്നും കേൾക്കുന്നില്ല. അതൊക്കെ ഉണ്ടടേ, പുറത്തോട്ട് കേൾക്കാത്തല്ലേ. ഏത് അണ്ണ ഇങ്ങനെയൊക്കെ ആണേലും ഏതോ കാമുകയും കണ്ട് വിളിക്കാന്ന് തോന്നുന്നു. രഹസ്യമാണെന്ന് തോന്നുന്നു. ഭൂത്ത കിടന്ന് അനങ്ങുന്നില്ല. ചവിട്ടി പൊളിക്കും അതെല്ലാം കൂടെ. ഇതാണ്ടോ ഇതെന്തോണ്ടാ തോളെ കിടക്കുന്നത്? അത് പോട്ടെ, നല്ല സെറ്റപ്പ് കേട്ടോ. ആദ്യമായിട്ടാ ഇങ്ങനെ. ശരി. ഫോണുണ്ട്, ഫാനുണ്ട്, സൂപ്പർ. അതേണ്ട, ബാങ്കിൽ കുറച്ച് കടമൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ കുറെ കൂടെ ഒക്കെ ഒന്ന് വിപുലമാക്കി. ഇപ്പഴേ വേണ്ട, അതിനൊക്കെ നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. ശരി. സമയം കിടക്കില്ല, സംഭവം ചെയ്യാം, ഒരുപാട് മോട് പിടിപ്പിക്കാം. പക്ഷെ നമുക്ക് ഇപ്പൊ അത്യാവശ്യം അതിനകത്ത് വേണ്ടത് 1 ബക്കറ്റ് വെള്ളം, 1 കപ്പ്, 2 രൂപ, 1 കക്കൂസ്. പിന്നെ ആ കപ്പിന്റെ കാര്യം മറക്കണ്ട, ബുദ്ധിമുട്ടായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിനടുത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുക അല്ലേ. കടുപ്പം